ഹായ് ഫ്രണ്ട്സ്, വ്ളോഗ് വെച്ചിട്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ കുറച്ച് നാളായിട്ട് വീഡിയോ ഇടുന്നില്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് സ്കൂളും എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഇടായിരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛമ്മയ്ക്ക് കുറച്ച് കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണിക്കാനായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇനി അതും പറഞ്ഞിട്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് വല്ലോ കമോൺ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ കൃഷി സ്ഥലത്തോട്ട് ഇട്ടേക്കുവാണ്. കൃഷിസ്ഥലം വേറെ ഒന്നുമല്ല, നമ്മുടെ പറമ്പ് തന്നെയാണ്. അതിനാണ് ഞങ്ങൾ വിളിക്കുന്നത് കൃഷി സ്ഥലം ഒന്ന്. അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ കുറേ പയറൊക്കെ ഉണ്ട് കേട്ടോ. കുറേ പയറുണ്ട്. ഇതൊക്കെ ആദ്യം ഉണ്ടായതാണ്. പിന്നെ നമ്മളതെല്ലാം പറിച്ച് അതെനിക്ക് വീടെടുക്കാൻ പറ്റിയില്ല. അടുത്ത പ്രാവശ്യം പറിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒക്കെ വീടെടുക്കാം. ഇപ്പോൾ രണ്ടാമത് ഉണ്ടാകുന്നതുണ്ടോ, താഴെയൊക്കെ പയറുണ്ട് ഉണ്ടോ, താഴെയൊക്കെ പയറുണ്ട്. പിന്നെ ഇവിടെ ഇത് ഫുൾ, ഈ സെക്ഷൻ ഫുള്ള് നമ്മളെ പയറാണ്. ഇതെല്ലാം നമ്മളെ പയറാണ്. പിന്നെ അകത്തോട്ടും പയറുണ്ട്. അതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. അവിടെ ഫുള്ള് നീറ് കയറി നമ്മളെ പൊതിയും കണ്ടോ. ഇവിടെയൊക്കെ ഉള്ളു. അവിടെയൊക്കെ നീറിൻ്റെ ഒരു കൂടാരമാണ്. പിന്നെ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും ഇവിടെ കുറേ പയറൊക്കെ താഴെ കിടക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഈ തത്തമ്മയുടെ ശല്യം ഇവിടെ ഭയങ്കരമായിട്ടുണ്ട്. അതുകൊണ്ട് തത്തമ്മയാണ് ഈ പയറെല്ലാം കൊത്തി തിന്ന് താഴോട്ടിടുന്നത്. അപ്പോൾ തത്തമ്മയുടെ ശല്യം ഇവിടെ ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്കിവിടെ വെണ്ട കാണാൻ സാധിക്കും. വെണ്ടയ്ക്ക, 2 വെണ്ടയ്ക്കുണ്ട്. ഒന്നിതും പിന്നൊന്ന് വേണ്ടിതും. അങ്ങനെ ഇവിടെ മൊത്തത്തിൽ 2 വെണ്ടയ്ക്കുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ ബീൻസ് കാണാൻ സാധിക്കും. ബീൻസും ആദ്യം ഉണ്ടായതാണ്. അതൊക്കെ നമ്മൾ പറിച്ചു. ഇപ്പോൾ രണ്ടാമത് ഇത് ഉണ്ടാവുന്നതാണ്. ഞാൻ പറയാം, അടുത്ത വീഡിയോ ഞാൻ ഇതൊക്കെ കാണിക്കാം ഉണ്ടോ. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്ക് നമ്മുടെ നെയ്ക്കുമ്പളങ്ങ ഇതുവരെ കഴിച്ചിട്ടുമില്ല. ഇതിൻ്റെ പേരും ഞാൻ കേട്ടിട്ടില്ല. അതേതാണ് ഇതൊക്കെ കേൾക്കുന്നത്. അപ്പോൾ നിങ്ങളാരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സെക്ഷൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അപ്പുറത്തോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആ സെക്ഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ചീര, കാന്താരി, മുളക്, ഈ 3 നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ചീര എന്ന് പറയുമ്പോൾ ചെറുതാണ് കണ്ടോ, കുറച്ചേ ഉള്ളൂ ചീര കണ്ടോ. ചീരയൊക്കെ കുറച്ചേ ഉള്ളൂ. നമ്മൾ ഇപ്പം നട്ടുപിടിപ്പിച്ചല്ല, നേരത്തെ നമ്മൾ കുറച്ച് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ഇത് കണ്ടോ, നേരത്തെ നട്ടുപിടിപ്പിച്ചാണ്. അതെല്ലാം നമ്മൾ പറിച്ചെടുത്ത്. പിന്നെ ഇതിൻ്റെ സീഡ്സ് കുറച്ചും കൂടി മണ്ണിനടിയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ വളരത്തില്ലല്ലോ. അപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ വളരുന്നത്. പിന്നെ നമ്മുടെ പച്ചമുളക്, ഗ്രീൻ ചില്ലി ഒന്നും വളർന്നിട്ടില്ല. അതിനാ പൂവുണ്ടായി വരുന്നുണ്ട് കണ്ടോ, പൂവുണ്ടായി വരുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെയും പച്ചമുളകൊക്കെയാണ്. ഒരു ചെറിയ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്. അതിന് ഇപ്പുറത്തും ഒരു പൂവുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കമ്പൊക്കെ എന്നാത്തിനാണ് ഊത്തി വെച്ചേക്കുന്നത്. കമ്പ് ഊത്തി വെച്ചേക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ഇത് വളർന്ന് ഇതിൻ്റെ വെയിറ്റൊക്കെ കൂടി മണ്ടയൊക്കെ ചിലപ്പോൾ ചെരിഞ്ഞ് വീഴും കാറ്റത്തൊക്കെ. അപ്പം അത് ഇങ്ങനെ വീഴാതിരിക്കാനാണ് അച്ഛമ്മ ഇത് ഈ കമ്പൊക്കെ എടുത്ത് ഒടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ചീര, പച്ചമുളക്, ഈ 2 കളിച്ച്. ഇനി എടുത്തത് നമ്മുടെ കാന്താരിയാണിത്. ഇത് കാന്താരിയാണ്. കാന്താരി ഒന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് പൂക്കളൊക്കെ ഉള്ളൂ കണ്ടോ, പൂവൊക്കെ കുറച്ചേ ഉള്ളൂ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഇത്രേ ഉള്ളൂ. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് പപ്പായ കാണാൻ പറ്റും. ഇതൊക്കെ അച്ഛമ്മ വെച്ച് പിടിപ്പിച്ചതാണ്. പപ്പായ ഉണ്ട്. ഞങ്ങൾ ഇവിടെയൊക്കെ പപ്പായ എന്ന് വിളിക്കുന്നത്. നിങ്ങളെന്തോ വിളിക്കുന്നത് എനിക്കറിയത്തില്ല. പപ്പായൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ, കായൊക്കെ ഉണ്ടാവുന്നേ ഉള്ളൂ. 2 പപ്പായ ഉണ്ട്. ഒന്നിതും പിന്നൊന്നും താണ്ടത്. അവത്തേലൊന്നും ഉണ്ടായിട്ടില്ല. ഇവത്തേലാണ് കുറച്ചെങ്കിലും ഉണ്ടായെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മുടെ മെയിൻ ഐറ്റം ടൊമാറ്റോ ആണ് ഇവിടെ കൂടുതലും ആണോ. ഈ ഒരു സെക്ഷനിൽ എനിക്ക് തോന്നുന്നൊരു 10-30 എണ്ണമെങ്കിലും ഈ ഒരു സെക്ഷനിൽ കാണും. കുറേയൊക്കെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ കണ്ടോ, ഒരു കൊലയിൽ 3-4 ഒക്കെ കിടക്കുന്നത്. പിന്നെ വലുതൊരെണ്ണമുണ്ട് പുറകിൽ ഉണ്ടോ, വലുതാണ്, നമുക്ക് കാണിക്കാൻ പറ്റില്ല. ഫുള്ള് ഇതിൻ്റെ ഈ ശകരമൊക്കെ അല്ല തണ്ടൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. പഴുത്ത ഇതൊക്കെ ഉണ്ട്, പഴുത്ത ടൊമാറ്റോ ഒക്കെ ഉണ്ട് കണ്ടോ. പഴുത്ത ടൊമാറ്റോ അകത്ത് വലിയ ഒരെണ്ണം ഉണ്ട് പഴുത്തത്. പിന്നെ ഇവിടെ ഒരെണ്ണമുണ്ട് പഴുത്തത് ഉണ്ട്. ഇതെല്ലാം പഴുത്ത ടൊമാറ്റോയും പച്ച ടൊമാറ്റോ ഒക്കെയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളെ ടൊമാറ്റോ. ഇതെല്ലാം നമ്മുടെ ടൊമാറ്റോ ആണ്. ഈ ടൊമാറ്റോ നിൽക്കുന്ന ഒരു കാട് പോലെ ഇതൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അകത്തെ ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് പയറും കോവലെന്ന് വെച്ചാൽ കോവയ്ക്ക. നമ്മൾ കോവലെന്നാണ് പറയുന്നത്, ഷോർട്ടായിട്ട് കോവലെന്ന് പറയും. പിന്നെ കോവയ്ക്കെന്ന് പറയും. അപ്പോൾ ഇതെല്ലാം പയറായിരുന്നു. എല്ലാം പറിച്ച് ഇതൊക്കെ പയറായിരുന്നു ഉണ്ടോ, ഇതൊക്കെ പയറായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്ക് കോവയ്ക്ക കാണാൻ പറ്റും. നോക്കിയാൽ കണ്ടോ,
കോവയ്ക്ക. ഇങ്ങോട്ടൊന്നും അടുക്കാൻ പറ്റത്തില്ല, നല്ല നീറാണ്. പക്ഷെ എന്നാലും ഞാൻ മാക്സിമം കാണിക്കാൻ നോക്കാം. താഴെ നീറ് കയറി എന്നെ പൊതിയുക. അപ്പോൾ കോവയ്ക്കുണ്ട്. പിന്നെ അവിടെയും കുറേ കോവയ്ക്ക ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അറിയത്തില്ല. അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല, നല്ല നീറാണ്. ഇവിടെ മാത്രമേ ഉള്ളൂ ഞാൻ കാണുന്നതൊക്കെ ഞാൻ കാണിക്കാം. ഇവിടെ ഒരു 3 എണ്ണം ഉണ്ട്, പിന്നെ ഇവിടെ ഒരെണ്ണമുണ്ട്. മൊത്തത്തിൽ 4 എണ്ണേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കിയെല്ലാം നമ്മൾ പറിച്ചെടുത്ത് ഇനിയിപ്പോൾ ഉണ്ടായാലേ ഇനി ബാക്കി അറിയത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പയറും കോവയ്ക്ക ഈ സെക്ഷൻ. അപ്പോൾ ഇവിടുത്തെയും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സെക്ഷൻ. നമ്മൾ ഈ അച്ചമ്മ ഈ ചെയ്തേക്കുന്ന നമ്മുടെ ഈ പറമ്പിൻ്റെ ഒരു പകുതി മുക്കാലും ഒരു ഹാഫ് ഭാഗമെങ്കിലും അച്ചമ്മ ഇവിടെ കൃഷി തുടങ്ങിയിട്ടുണ്ട്, ഹാഫ് ഭാഗമെങ്കിലും. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇത്രയേ ഉള്ളൂ ഈ സൈഡ്. നമുക്കിനി അപ്പുറത്തെ സൈഡിലോട്ട് പോകാം. ഫ്രണ്ട്സ് നമ്മൾ അവിടെ എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കാണുകയാണെങ്കിൽ നമുക്ക് ബ്രിഞ്ചർ കാണാൻ പറ്റും, വഴുതനങ്ങ. ഈ ബ്രിഞ്ചർ ഇച്ചിരി പഴുത്തു പോയെന്ന് എനിക്ക് തോന്നുന്നത്. തൊട്ടാലൊന്നും താഴെ വീഴും, അതുകൊണ്ട് ഞാൻ പിടിക്കുന്നില്ല. പിന്നെ അച്ഛൻ ഇനി എന്നെ പഞ്ഞിക്കിടും ഞാനിത് നശിപ്പിച്ചെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനൊന്നും ചെയ്തില്ല, ഞങ്ങൾ വീഡിയോ എടുത്ത് കാണിക്കുക, എനിക്ക് അത്ര പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു ചെറിയൊരു ബ്രിഞ്ചർ അതുണ്ടാവുന്നുണ്ട്, ചെറിയൊരെണ്ണം. അപ്പോൾ ബ്രിഞ്ചർ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് കാന്താരി കാണാൻ പറ്റും. നിങ്ങൾക്ക് അറിയായിരിക്കും പലവർക്കും കഞ്ഞിയുടെ ഒക്കെ കഴിക്കുന്ന കാന്താരി, കഞ്ഞിയും കാന്താരി എന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ അതാണ് ഈ കാന്താരി. ഉണ്ടോ, 3-4 എണ്ണം ഉണ്ട് ഇവത്തേല്. 3-4 എണ്ണം കുറേ ഉണ്ട്, എണ്ണിയാനൊന്നും തീരത്തില്ല. ഇപ്പോൾ കണ്ടോ, കുറേ ഉണ്ട് ഇവത്തേല്, ഇഷ്ടംപോലെ. ഇതെല്ലാം അച്ഛമ്മ നട്ടുപിടിപ്പിച്ചാണ്. പിന്നെ ഇത് പഴുത്തയാണോ അതോ ഓറഞ്ചാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, പഴുത്തയാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇത് വെള്ളക്കാന്താരി. അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്ന നീലക്കാന്താരി. ഇതെല്ലാം അച്ഛമ്മ വെച്ച് പിടിപ്പിച്ചതാണ്. ഉണ്ടോ, നീലക്കാന്താരി ഉണ്ട്. ഇവിടെ കുറേ നീലക്കാന്താരിയാണ്. 1 2 3 4 5 6 7 8 9 11 കാന്താരി ഉണ്ട്. ഇത് എണ്ണയാ കിട്ടും, കാരണം ഇത് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് ഇത് എണ്ണയാ കിട്ടും. ഉണ്ടോ, നീലക്കാന്താരി. കണ്ടായത് കറുപ്പാനേ തോന്നുള്ളൂ, പക്ഷേ നേരിട്ട് കാണുവാണെങ്കിൽ ഇത് നീലക്കാന്താരി. വീഡിയോക്കകത്തൂടെ ബ്ലാക്ക് ആണേ കാണത്തുള്ളൂ. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ നീലക്കാന്താരി. പിന്നെ ഞാൻ വീഡിയോ ഇങ്ങോട്ട് കാണിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇത് നമ്മുടെ കറുവാപ്പട്ടയാണ്. നമ്മൾ ഈ ചിക്കനൊക്കെ നമ്മൾ ഇടത്തില്ല മസാല, അതിൻ്റെ ഒരു കറുവാപ്പട്ടയാണ് ഈ ഒരു മരം. അപ്പോൾ ചുമ്മാ ബോറടിച്ചപ്പോൾ ഞാൻ നീല പെയിൻ്റ് അടിച്ച് ചുമ്മാ ഒന്ന് അടിച്ചതാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ ആദ്യം ചിരി വന്നു, പിന്നെ അമ്മയൊക്കെ വിളിച്ച് കാണിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. ചുമ്മാ ബോറടിച്ചപ്പോൾ ചെയ്തതാണ്. ആദ്യം മരം മൊത്തം ചെയ്യാമെന്ന് വിചാരിച്ചു, പിന്നെ നിർത്തി, പിന്നെ പോയി. പിന്നെ ഇത്ര ഉള്ളായിരുന്നു. പെയിൻറ്റ് കുറേ ഉണ്ടായിരുന്നു, ഇതുകൊണ്ട് താഴോട്ടൊക്കെ ഉണ്ടായിരുന്നത്, അതെല്ലാം പോയി. മഴ പെയ്തപ്പോൾ വെള്ളം എല്ലാം അങ്ങ് പോയി, പെയിൻ്റ് എല്ലാം അങ്ങ് പോയി. ഉണ്ടോ, അപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്കിനി ആ സൈഡിലോട്ട് ബാ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ആ സൈഡെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണുവാണെങ്കിൽ ഇവിടെ നമുക്ക് കുറേ കാന്താരി കാണാൻ പറ്റും. കാന്താരിയൊക്കെ ഉണ്ടായതാണ്, പക്ഷേ അതെല്ലാം നമ്മൾ പറിച്ചെടുത്തു. ഉണ്ടോ, കുറച്ചൊക്കെ ഉണ്ട്. കണ്ടോ, 3 എണ്ണം ഉണ്ട് ഇവിടെ. 3 എണ്ണം കാണുന്നുള്ളൂ. പിന്നെ ഇവിടെ 2 എണ്ണം ഉണ്ട്. ഇവിടെ 2 എണ്ണം ഉണ്ട് കാന്താരി. അപ്പോൾ ഇതൊരു കാന്താരിയാണ്. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ ഇഞ്ചി. ഇവിടെ കുറേ ഇഞ്ചി ഉണ്ടായിരുന്നു, അപ്പോൾ കാട് പോലെ നിന്നതാണ്. അപ്പോൾ അതെല്ലാം കുറച്ച് പറിച്ചെടുത്ത് നമ്മൾ ചാക്കിനകത്ത് മണ്ണിട്ട് ഇങ്ങോട്ടാക്കി. കണ്ടോ, ഇതെല്ലാം അവിടെ ഇരുന്ന ഇഞ്ചിയായിരുന്നു, അതെല്ലാം നമ്മൾ പറിച്ചെടുത്ത് ഇങ്ങോട്ടാക്കി. പിന്നെ നമുക്ക് ഇവിടെ പച്ചമുളക്, അവിടെയും പച്ചമുളകുണ്ട്, പക്ഷേ അതങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഒരെണ്ണേ ഉള്ളൂ. പിന്നെ അതിൻ്റെ പൂവൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ പച്ചമുളക്, വലിയൊരു പച്ചമുളകുണ്ട്. ഉണ്ടോ, പച്ചമുളകൊക്കെ ഉണ്ടോ, ഒരു പച്ചമുളകുണ്ട്, പിന്നെ 2 പച്ചമുളക്. ഇവിടെ 2 പച്ചമുളക് ഉള്ളതെന്ന് തോന്നുന്നു. കുറേ പച്ചമുളക് ഉണ്ടായിരുന്നതാണ്, അതെല്ലാം അമ്മ എടുത്ത് കരക്കിട്ട്. അപ്പോൾ ഇനി ഉണ്ടാകുമ്പോൾ ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ പച്ചമുളക് ഇത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ പനിക്കൂർക്ക എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മൾ പനിക്കൊക്കെ വെള്ളം കുടിക്കുന്ന ഇതാണ് പനിക്കൂർക്ക. പനിക്കൂർക്ക ഇത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ മാങ്ങ, ഇത് ഒരു മൂവാണ്ടൻ മാങ്ങയാണ്. അപ്പോൾ കുറേ മാങ്ങ ഉണ്ട്. കണ്ടോ, ഇതുണ്ട്. വെയിലായത് കാരണം നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറേ മാങ്ങയൊക്കെ ഉണ്ട്. കണ്ടോ, കുറേ മാങ്ങയുണ്ട്. പിന്നെ മാവിൻ്റെ പൂക്കളൊക്കെ ഉണ്ട്. കണ്ടോ, മാവിൻ്റെ പൂവുണ്ട്, മാങ്ങയുണ്ട്. മൂവാണ്ടൻ മാങ്ങയാണ്. കുറേയൊക്കെ താഴെ വീണ്ടുണ്ട്. കണ്ടോ, ഇറങ്ങി കാണിച്ചു തരാം. കുറേയൊക്കെ താഴെ വീണുണ്ടോ. ഇത് കിളികളൊക്കെ വന്ന് കൊത്തുന്നതാണ്. ഇത് തത്തമ്മ കഴിക്കത്തില്ല, ഇതൊക്കെ കിളികൾ വന്ന് കഴിക്കുന്നതാണ്. കണ്ടോ, ഇതൊക്കെ കിളികൾ വന്ന് കൊത്തി താഴെ ഇടുന്നതാണ്. കുറേയൊക്കെ നമുക്ക് കിട്ടുന്നതൊക്കെ നമുക്ക് കിളികളൊക്കെ കൊത്തി താഴെ ഇടുന്നതാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമുക്ക് നല്ലതൊന്നും കിട്ടത്തില്ല. പേരയ്ക്ക ഉണ്ടായത്, പേരയ്ക്ക ഇതുപോലെ കിളികളൊക്കെ കൊത്തി താഴോട്ട് ഇടുവാണ്. കണ്ടോ, ഇപ്പോൾ തന്നെ ഇവിടെ കുറേ പറന്ന് പോകുന്നുണ്ട്.
അപ്പോൾ കിളികളുടെയും തത്തമ്മയുടെയും ശല്യം ഭയങ്കരമുണ്ട്. പിന്നെ കണ്ടോ അവിടെ ഉണ്ട്, പക്ഷേ അത് കാണിക്കാൻ പറ്റുമോ നോക്കുന്നില്ല. നോക്കട്ടെ, കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കണ്ടോ അവിടെ കുറച്ച് മാങ്ങയുണ്ട്. അതെന്താ ഒരു പിഴിഞ്ഞ് കുടിക്കുന്ന ഒരു മാങ്ങയാണ് എനിക്ക് തോന്നുന്നത്. പിഴിയുന്ന ഒരു ടൈപ്പ് മാങ്ങ ഉണ്ടല്ലോ, അതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പേരൊന്നും എനിക്കറിയത്തില്ല. പേരെനിക്ക് അറിയുന്ന ഈ മൂവാണ്ടൻ, പിന്നെന്തുവാ ഒന്ന് മൂവാണ്ടൻ, പിന്നെ അങ്ങനെ അവരെണ്ണേ എനിക്കറിയത്തുള്ളൂ. പിന്നെ വേറൊന്നും എനിക്കറിയത്തില്ല. അറിയാമെന്നൊക്കെ ഞാൻ പറഞ്ഞു, അത് പറഞ്ഞേ ഉള്ളൂ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമുക്കിനി അങ്ങോട്ട് പോയാലോ ഫ്രണ്ട്സ്. അപ്പം ഞാൻ അപ്പുറത്തെ വീഡിയോ എടുക്കാൻ പോയപ്പോഴാണ് ഞാൻ ആലോചിച്ച് വാളംപുഴയിലെ ഒരു വീഡിയോ എടുക്കാം. വാളംപുഴ നമുക്ക് കുറച്ചേ ഉള്ളൂ, കണ്ടോ എല്ലാം നമ്മുടെ അപ്പുറത്തെ പുളിയിൽ നിന്ന് കുറച്ചാണ്, കുറച്ചേ ഉള്ളൂ വാളംപുളി. പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഇപ്പോൾ ഇവത്തേലും ഉണ്ട് ഇഷ്ടം പോലെ മാങ്ങ, കണ്ടോ ഇഷ്ടം പോലെ മാങ്ങ ഉണ്ട് ഇവിടെ, കണ്ടോ കുറേ മാങ്ങയുണ്ട്. ഈ മാവിൻ്റെ പേര് എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ ഞാൻ പറയാമായിരുന്നു. ഇവിടെയും ഉണ്ട് മാങ്ങ. ഇതൊരു മാവേൽ ഉണ്ടായ മാങ്ങയാണ്, രണ്ടാമത് ഇത് ഉണ്ടാവുന്നതാണ്. ഓക്കെ, മാങ്ങയുടെ സീസൺ ഇപ്പോൾ ആയിട്ടില്ല, പക്ഷെ എന്നാലും ആവുന്നുണ്ട്. എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്ക് വെണ്ടയ്ക്ക കാണാൻ പറ്റും. അവിടുത്തെ പോലെ ഒന്നും വലുതായിട്ട് വെണ്ടയ്ക്ക ഇല്ല, ഇവിടെയൊക്കെ കുറച്ചേ ഉള്ളൂ വെണ്ടയ്ക്ക. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഒരു വെണ്ടയ്ക്ക ഉണ്ട്, ഒന്നല്ല രണ്ടെണ്ണം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. ഒരെണ്ണം ഇത് ഉണ്ടോ, അത് ഉണ്ടായി വരുന്നൊരു നല്ല വെണ്ടയ്ക്കയാണ്, ഫ്രഷ് വെണ്ടയ്ക്കയാണ്. നമ്മൾ വിഷമൊന്നും അടിക്കുന്നത്, നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യുന്നതല്ല, അതുകൊണ്ട് വിഷമൊന്നും അടിക്കത്തില്ല. അപ്പോൾ രണ്ടാമത് ഉണ്ടായി വരുന്നേ ഉള്ളൂ, എന്തോ ഉണ്ടായി വരുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ വേറൊരു ഒരെണ്ണമുണ്ട്, ഉണ്ടോ വേറൊരു വെണ്ടയ്ക്ക. മൊത്തത്തിൽ ഇപ്പോൾ 3 എണ്ണമായി, നാലാമത്തെ ഒരു വലിയ വെണ്ടയ്ക്ക. ഇതുണ്ടായിട്ട് ഇപ്പോൾ കുറച്ച് നാളായെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് 4ാമത്തെ വെണ്ടയ്ക്ക. ഇത് ഇതേമാതിരി മറ്റേ കരിഞ്ഞ വെണ്ടയ്ക്കൊക്കെ അതുപോലെ ഇത് ചുരുണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ വേറൊന്നുണ്ട്, അത് കരിഞ്ഞാണെങ്കിൽ ഇത് ഉണ്ടായി വന്നിട്ട് ഇത് ചുരുണ്ടിരിക്കുന്നുണ്ടോ, ഇത് ചുരുണ്ടിരിക്കുന്ന ഇതാണ് വെണ്ടയ്ക്ക എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ 7 എണ്ണം കാണിച്ചെന്ന് എനിക്ക് തോന്നുന്നു, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ പുറകിൽ നമുക്ക് മാവുണ്ട്, സോറി മാങ്ങയല്ല മാവുണ്ട്. മാവുണ്ടെങ്കിലല്ലേ മാങ്ങ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ മാവുണ്ട് നമുക്കിവിടെ, ഇവിടെ ഉണ്ട് മാവ്. അപ്പോൾ മാവേൽ ഉണ്ടോ മേലുള്ള മാങ്ങയൊക്കെ കിടക്കണം, അതുകൊണ്ട് നമുക്ക് പറിക്കാനായിട്ടൊക്കെ വലിയ തോട്ടിയൊക്കെ വേണം, കണ്ടോ ഇവത്തേലും. ഈ മാവിൻ്റെ പേര് മൂവാണ്ടനാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് ആ പാട് ഈ മാവിൻ്റെ പേര് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ഉണ്ടോ മേളി പൂവൊക്കെ ഉണ്ട്, കണ്ടോ മേളി പൂവൊക്കെ ഉണ്ട്. അപ്പോൾ മാങ്ങയുടെ സീസൺ ആകുമ്പോൾ ഈ മാങ്ങയൊക്കെ ചിലപ്പോൾ ഉണ്ടാകും, നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫ്രണ്ട്സ്. അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായപ്പോഴാണ് എനിക്ക് ഈ ഒരു മാങ്ങ കിട്ടിയത്. ഇത് നമ്മുടെ മൂവാണ്ട മാങ്ങയില്ലേ, ഞാനിപ്പോൾ കാണിച്ച മാങ്ങയില്ലേ, ആ മാവേൽ നിന്ന് ഇപ്പോൾ കിട്ടിയതാണ്. ഇപ്പോഴല്ല കുറച്ച് നേരം ആയെന്ന് എനിക്ക് തോന്നുന്നത്, അവിടെ നിന്ന് കിട്ടിയതാണ്. അച്ഛമ്മ ഇപ്പോൾ വീഡിയോ കാണിക്കാമെന്ന് പറഞ്ഞ് ഇവിടെ എടുത്ത് വെച്ചാണ് അച്ഛമ്മ. അപ്പോൾ ഇത് വെച്ചതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ മാങ്ങ, കിട്ടിയ ലാസ്റ്റത്തെ മാങ്ങയാണ്. ഫ്രണ്ട്സ് ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എൻ്റെ അച്ഛമ്മയുടെ കൃഷിസ്ഥലത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നിടം വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.